വി.ഡി. സതീശന്റെ സൂപ്പർ ഹിറ്റ് പ്രിയദർശിനി. ഇപ്പോൾ ഇതാ ഗതാഗത വകുപ്പ് മന്ത്രി അല്പം ഒന്ന് നിലപാട് മാറ്റുവാണല്ലോ. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. അതുപോലെ തന്നെ സീറോ ടിക്കറ്റ് ഒക്കെ പുരുഷന്മാർക്കൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് തന്നെ ഈ പ്രിയദർശിനി ആദ്യം വന്നപ്പോൾ ദരിദ്രരായ സ്ത്രീകൾ, അല്ലാത്ത സ്ത്രീകൾ അങ്ങനെയൊന്നും കേട്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തു പറ്റി? നഷ്ടത്തിലായത് കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്? അതിനെ നമ്മളങ്ങനെ ഒറ്റയടിക്ക് ആ ഒരു തീരുമാനത്തെ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. കാര്യം ഇതൊരു വലിയൊരു സമീപനമാണ് സർക്കാർ എടുത്തത്. അവിടെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആൾറെഡി വളരെയധികം നഷ്ടത്തിലും പരിതാപകരമായ അവസ്ഥയിലുമാണ് KSRTC പൊയ്ക്കൊണ്ടിരുന്നത്. മുടന്താൻ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു, അല്ലേ? മുടന്തി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു KSRTCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുകയും അതനുസരിച്ചിട്ട് അവർ തീരുമാനം എടുക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളൊരു സമീപനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നടപ്പിലാക്കിയ രീതിയിൽ, അതായത് സ്ത്രീകളെ വേർതിരിക്കുന്നില്ല. അതായത് ദരിദ്രരായ സ്ത്രീകൾ, അതല്ലെങ്കിൽ ശേഷിയുള്ള സ്ത്രീകൾ, അങ്ങനെ ഒരു തരംതിരിവില്ലാതെ ഒരു സമീപനമാണ് ഗവൺമെൻറ് എടുത്തത്. അത് വളരെയധികം ശ്ലാഘനീയമായൊരു നടപടിയാണ്. കാര്യം ഇപ്പോൾ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും അവരെ ദരിദ്രനെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു ബഹുമാനത്തിൻ്റെ പ്രശ്നമാണത്. ആ വേർതിരിവില്ലാതെ, കാര്യം ഈ ദാരിദ്ര്യമുള്ളവർ ഇപ്പം ബസ്സിൽ കയറുന്ന, അല്ലെങ്കിൽ ഈ പ്രിയദർശിനി ബസ്സിൽ കയറുന്ന ഓരോ വ്യക്തിയും ആ ബസ്സിൻ്റെ ഫുട്ബോർഡിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അവരറിയാതെ ഒരു സന്ദേശം അവർക്ക് കേൾക്കാൻ കഴിയും: ഞാൻ ദരിദ്രയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അത് അവരുടെ ആത്മാഭിമാനത്തിനെ ഇല്ലാണ്ടാക്കി കളയും. ആത്മാഭിമാനം ഇല്ലാതെ ആവുന്ന വ്യക്തികൾ വളരെ മോശമായ രീതിയിലായിരിക്കും അവർക്ക് അവരെക്കുറിച്ച് ബഹുമാനം തോന്നുന്നത്. നമ്മൾ സ്വയം ബഹുമാനിക്കാതെ നമുക്ക് മറ്റൊരാളെ ബഹുമാനിക്കാൻ പറ്റുമോ? നമുക്ക് ഈ വേദന എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ചെറിയ നാളിലെ നമ്മൾ മനസ്സിലാക്കും, അല്ലേ? തീയിൽ ആദ്യമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓർമ്മ വയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും തീയിൽ കൊണ്ട് പൊള്ളൽ പറ്റും. ആ പൊള്ളലിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാവും വേദനയായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മുതിരുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ തീയിലെടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ തീ തൊടാതെ പിൻവലിപ്പിക്കും, അല്ലെങ്കിൽ അപകടമെന്ന് പറയും. എന്തുകൊണ്ടാണ്? നമുക്ക് ആ വേദന അറിയാവുന്നതുകൊണ്ടാണ്. അവിടെ ശരിക്കും നമ്മൾ ആ കുട്ടിയെയാണ് നമ്മളവിടെ രക്ഷപ്പെടുത്തുന്നതെങ്കിലും നമ്മളവിടെ ചെയ്യുന്നത് നമ്മൾ സ്വയം ബഹുമാനിക്കുക ചെയ്യുന്നത്. ആ വേദന നമുക്കറിയാവുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് അത് വരാതിരിക്കാനായിട്ട് നമ്മളതിന് ആ സമയത്ത് അങ്ങനെ ആ കുഞ്ഞിനെ നമ്മളെടുത്ത് മാറ്റുന്നു. ഇതാണ് ഈ ആത്മബഹുമാനം, അല്ലെങ്കിൽ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോടുള്ള റെസ്പെക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവരെടുത്ത് പെരുമാറുക. ഓരോ വ്യക്തികളുടെ സ്വഭാവം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിന് നമ്മൾ ആദ്യം തന്നെ കാണണം. ഇപ്പോൾ ദരിദ്രർക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് കൊടുക്കുന്നു, ഒരു നീല കാർഡ് കൊടുക്കുന്നു, നീല കാർഡുള്ള സ്ത്രീകൾ മാത്രമേ ഈ KSRTC ബസ്സിൽ കയറാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബസ്സിലൂടെ പോകുന്ന, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോഴത്തേക്ക് ദരിദ്രരാണ്. അതിനേക്കാൾ ഉപരി ആ ബസ്സിൽ ഇരിക്കുന്നവർക്കൊരു തോന്നലുണ്ടാവും, ഞങ്ങളെ സമൂഹം കാണുന്നത് ദരിദ്രരാണ്. നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കാണാം. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ കിടക്കാനുള്ള സംഗതിയില്ല. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്നൊരു വിഷയമാണ്. അത് ഭാവിയിൽ പരിഹരിക്കേണ്ട വിഷയമല്ല ദാരിദ്ര്യം നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. ഉദാഹരണത്തിന് വിശന്നിരിക്കുന്ന ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് പറയുന്നത്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അത് വർത്തമാനത്തിലല്ല, ഭാവിയിൽ ചെയ്യാനുള്ള ഈ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഭാവിയിലാണല്ലോ സംഭവിക്കുന്നത്. വിശന്നിരിക്കുന്നതിന് അപ്പം തന്നെ ഭക്ഷണം കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ അവിടെ അയാളുടെ വിശപ്പ് മാറുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന ശേഷിയില്ലാത്തത് കൊണ്ട് വേറൊരാൾ ഭക്ഷണം കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് പോലും നമ്മൾ അയാളോടുള്ള ബഹുമാനത്തെക്കാൾ ഉപരി, അയാളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി നമുക്ക് ഈ വിശപ്പറിയാവുന്നത് കൊണ്ട് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അയാൾ കൊടുക്കണം. അവിടെയും നമ്മൾ സ്വയം ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മളിതിനെ ഒന്ന് കണ്ടു നോക്കുക. അവിടെ കാണുമ്പോഴാണ്
നമ്മൾക്ക് ഈ സ്വയം ബഹുമാനമില്ലാത്ത വ്യക്തികൾ സമൂഹത്തിൽ വർദ്ധിക്കുന്ന സമയത്താണ് സകലവിധ അനാശാസ്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാകാനുള്ള പ്രശ്നം അതാണ്. ഞാൻ ഇങ്ങനെയാണെന്ന് അപ്പോൾ സൊസൈറ്റി എന്തായാലും കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അല്ല, നമുക്ക് ദാരിദ്ര്യം ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭക്ഷണം, ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഇത് ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു വശമാണ്, പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്, മാറ്റിവെക്കാനുള്ള സാധനമല്ല. പക്ഷേ ദാരിദ്ര്യത്തിൽ വസിക്കുക എന്നൊരു അവസ്ഥയുണ്ട്. അവരെയാണ് ദാരിദ്ര്യവാസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലേ? എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പോഴും ഉള്ളിൽ എന്തോ നിറയാനുള്ള ഒരു വ്യഗ്രതയുണ്ടാവും. അത് ദാരിദ്ര്യത്തിൽ ആന്തരികമായിട്ട് വസിക്കുന്ന വ്യക്തികളാണ്. അവിടെയാണ് ദാരിദ്ര്യം സാംസ്കാരികമായ അധപതനത്തെ കൊണ്ടുവരുന്നത്. എത്ര കിട്ടിയാലും മതിയാവത്തില്ല. ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുന്നു. ദാരിദ്ര്യത്തിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സുഹൃത്തിൽ നിന്ന് എനിക്കെന്ത് നേടാമെന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ഈ ദാരിദ്ര്യത്തിൽ വസിക്കുന്ന വ്യക്തി കല്യാണം കഴിക്കുന്നു, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യത്തിന് കിട്ടാനാണല്ലോ താല്പര്യം. അപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് എന്താണ് ഞാൻ വാരിയെടുക്കുക, അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, ഞാൻ വാരിയെടുക്കാൻ നോക്കും. മറിച്ച് ഇതേ സമയത്ത് അയാളും ഇതുപോലെ ദാരിദ്ര്യത്തിൽ വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരാൻ നോക്കും. പക്ഷെ രണ്ടുപേരും ഈ ദാരിദ്ര്യത്തിൽ വസിക്കുന്ന കാരണം ഉണ്ടാവില്ല സാധനം. അങ്ങനെയാണ് ഈ അടിയും ഈ രണ്ട് ദാരിദ്ര്യവാസികൾ തമ്മിൽ കലഹമുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഈ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന സാംസ്കാരിക വശം. ഈ സാംസ്കാരിക വശം ഉണ്ടാകരുത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ വേർതിരിവില്ലാതെ, അതൊരു സാംസ്കാരികമായ നടപടിയാണ്, അത് നമ്മൾ കാണാതെ പോകരുത്. കാര്യം നമ്മൾ ഗവൺമെൻറ് നമുക്ക് വിമർശിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ കാണാതെ പോകരുത്. അപ്പോൾ ആ ഒരു വേർതിരിവില്ലാതെ എല്ലാവർക്കും സഞ്ചരിക്കാമെന്നുള്ള ഒരു വളരെ സാംസ്കാരികമായ ഔന്നത്യമുള്ളൊരു സമീപനം എടുത്തതിനകത്ത്. അപ്പോൾ ഇത് ജനങ്ങളും മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഉദാഹരണത്തിന് സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് സ്വയം വിചാരിക്കാൻ, അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ബസ് യാത്ര ചെയ്യാനുള്ള ഇപ്പോൾ ഗവൺമെൻറ് ഈ സെൽഫ് റെസ്പെക്റ്റ് ഓരോ വ്യക്തികൾക്കും സൂക്ഷിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. ഇനിയിപ്പോൾ ജനങ്ങളുടെ ജനായത്ത് എന്നത് ജനങ്ങളുടെ സർക്കാരാണല്ലോ, അല്ലേ? അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു സമീപനം ആവശ്യമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ശേഷിയുള്ള അല്ലെങ്കിൽ പിന്നെ വളരെ നല്ല ഉദ്യോഗമുള്ള നല്ല ശമ്പളമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടാമതൊന്ന് ആലോചിക്കണം. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് സൊസൈറ്റി എന്ന നിലയിൽ, ഒരു ജനായത്ത സംവിധാനത്തിലൊരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ. ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പൈസ കൊടുത്ത് കയറി പോകുന്ന ബസ്സിൽ പോവാം എന്ന് സ്വയം തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു സാംസ്കാരികമായ ഒരു സമീപനം വയ്ക്കുന്ന സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാണ് ജനായത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനായത്വം എന്ന് പറയുന്നത് സർക്കാരെല്ലാം തരണം എന്ന് പറഞ്ഞാൽ അവിടെയും ദാരിദ്ര്യമാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പം നമുക്ക് സമൃദ്ധിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇത് പൈസ നല്ല ശമ്പളമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സർക്കാർ ഈ പറഞ്ഞ പോലെ ഒരു ബസ്സിലല്ലാത്ത ബസ്സിൽ കയറി പോകാം. അവിടെ ആ വ്യക്തി, ആ സ്ത്രീ അവർ സ്വയം ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇതിൻ്റെ സാംസ്കാരികമായ ഒരു തലം വരുന്നത്. അത് വളരെ സൂക്ഷ്മമാണ്, അതേസമയത്ത് വളരെ പ്രധാനവുമാണ്. ഈ ഞാൻ പറയുന്നത് നേരത്തെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഈ ദാരിദ്ര്യത്തിൻ്റെയും വസിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വിഷയത്തിൽ നമ്മളെല്ലാത്തിനെയും നമുക്ക് വിമർശിക്കാം. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലപാട് മാറ്റിയോ, അതല്ലെങ്കിൽ സർക്കാർ പിന്നോട്ട് പോകുന്നോ, KSRTC ഗുരുതരമായ അവസ്ഥയിലാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ആ അവസ്ഥയിൽ ഇത്തരം ഒരു ധീരമായ ഒരു സമീപനം എടുത്തു, ഈ ഒരു സംസ്കാരവും മുമ്പോട്ട് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഒരു പരിഭവം മന്ത്രി CP ജോണിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ കഴിയും. അല്ല, ആ പരിഭവത്തോടൊപ്പം പറയുന്ന മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. പണം കൊടുത്ത് അല്ലെങ്കിൽ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന സ്ത്രീകളാണ് സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത്. ഒരു വിഭാഗം നമുക്ക് ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കുട്ടിയെ ഞാൻ പണം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കും എന്ന ചിന്താഗതിയുള്ള മാതാപിതാക്കളും ഉണ്ടാവും. ഇപ്പോൾ വീട്ടുജോലി, കൂലിപ്പണി അതൊന്നും മോശമായിട്ട് കണ്ടു പറയുന്നതല്ല, എന്നാലും ഞാനത് അത്ര കഷ്ടപ്പെട്ട് ചെയ്താലും എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പഠിപ്പിക്കുന്ന അവരെങ്ങനെയാണോ മക്കളെ പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം എന്ന ചിന്താഗതിയുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ച് അവരുടെ കുട്ടി അവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടിയെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവർ ദരിദ്രരാകാതിരിക്കുന്നില്ലല്ലോ. അല്ല, അവിടെയൊക്കെ വളരെ അതിസൂക്ഷ്മമാണ് ഇതിൻ്റെ ഒരു സംഗതി. ഇപ്പം ജോൺ ഇപ്പോൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് എല്ലാം അങ്ങ് ശരിയാവണമെന്ന് നമുക്കല്ല. അപ്പോൾ ജോൺ
ഈ പറഞ്ഞ പോലെ മന്ത്രി ജോൺ പറഞ്ഞ ആ ഒരു പ്രസ്താവന അദ്ദേഹം പുനഃപരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഗവൺമെൻറ് വെച്ച സമീപനമുണ്ടല്ലോ, വേർതിരിവില്ലാത്തൊരു സമീപനത്തിന് നമ്മൾ അത് ശ്ലാഘനീയം തന്നെയാണ്. മറിച്ച് ഈ പറഞ്ഞതുപോലെ ഈ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ആയുർവേദ വലിയൊരു ചെയിൻ ഏജൻസിയുടെ ഒരു കടയിൽ ഒരു മരുന്ന് വാങ്ങാൻ പോയി. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പെൺകുട്ടി അതിനോട് എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോഴത്തേക്കും മുളന്തുരുത്തി നിന്നാണെന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? മുളന്തുരുത്തി നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണ് ഇവിടെ വന്നൂടെ? അപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ മുളന്തുരുത്തി ഇവിടെ വരെ? അല്ല ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കാശ് കൊടുക്കാൻ വരാമല്ലോ. മുളന്തുരുത്തി നിന്ന് നേരത്തെ ഒരു ഏരിയ വന്നതിന് ഒരു 8,000 അല്ലെങ്കിൽ 10,000 താഴെ പൈസ ഉണ്ടാവുള്ളൂ, ശമ്പളം ഉണ്ടാവുള്ളൂ. നേരത്തെ ആണെങ്കിൽ അതിന് ദിവസം 100 രൂപ കുറഞ്ഞത് 100 രൂപയെങ്കിലും ശമ്പളത്തിന് അല്ല വണ്ടിക്കൂലിക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ 8,000 രൂപ ശമ്പളം കിട്ടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുളന്തുരുത്തി വന്ന് ജോലി ചെയ്യില്ല. അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഇപ്പോൾ കൊച്ചി നഗരത്തിലെ ആശ്രയിച്ച് ജോലി ചെയ്തിട്ട് കുട്ടികൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഇപ്പം പെൺകുട്ടികളൊക്കെ ആകുമ്പം അവർക്കൊരു നല്ല വസ്ത്രം വേണമെങ്കിൽ വാങ്ങിക്കാനുള്ളൊരു കാശ് ഇതിനകത്ത് നിന്ന് ലഭ്യമാകും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള സംഗതി വർദ്ധിക്കും. ഇപ്പോൾ ഈ മുളന്തുരുത്തിലുള്ള ഞാൻ പരിചയപ്പെട്ട പെൺകുട്ടി അത് ഈ ഒരു പ്രിയദർശിനി സംവിധാനം ഉള്ളത് കൊണ്ടാണ് അത് അവിടെ നിന്ന് ഇവിടെ വന്നു പോകുന്നത്. ഈ കുട്ടി സേവ് ചെയ്യുന്ന 3,000 രൂപ അവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക കടകളിലോ അല്ലെങ്കിൽ എവിടെ കടകളിലോ ഒക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ GST സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുമ്പോൾ ഖജനാവെന്ന് പറയും. അപ്പോൾ ഈ ഒരു സമീപനത്തെ നമ്മൾ കാണാതെ നമ്മളിതിനെ വിമർശിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ആ ഒരു സമീപനം, വേർതിരിവില്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു അവസരം കൊടുത്ത സ്ഥിതിക്ക് ആ ഒരു സമീപനം ജനങ്ങളും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഡെമോക്രസീസ് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഫ്രീഡം മാത്രമല്ല, ഫ്രീഡം ആൾവേസ് ഗോസ് വിത്ത് റെസ്പോൺസിബിലിറ്റി അല്ലേ? ആ ഉത്തരവാദിത്വം ആ ആത്മാഭിമാനവും ഒക്കെ നമ്മളും സമീപിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ കാണാൻ. അപ്പം CP ജോൺ പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം എന്ത് തന്നെയാണെങ്കിൽ CP വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, സംശയമില്ല. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു മന്ത്രിയും കൂടെയാണ് CP ജോൺ. പക്ഷേ അദ്ദേഹം നേരിടുന്ന ഒരു പ്രതിസന്ധി നമ്മൾ കാണാതിരിക്കരുത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ സമീപിക്കാറുണ്ട്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴത്തേക്കാണ് ഇപ്പം നമ്മളുടെ ഈ ഡിസ്കഷൻ പോലും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നാളെ ഇപ്പം വണ്ടിക്കൂലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയെങ്കിലും ഈ പറഞ്ഞതുപോലെ കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമാണ്. ഇതാണല്ലോ ജനായത്വം എന്ന് പറയുന്നൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ അതിൻ്റെ പാലിക്കപ്പെടാനുള്ള ചില ചട്ടക്കൂടുകൾ മാത്രമാണ് ഈ നിയമവും, അല്ലെങ്കിൽ ഈ മര്യാദകൾ പാലിക്കാനുള്ള ചട്ടക്കൂടുകൾ മാത്രമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നിയമമാണെങ്കിലും എല്ലാമാണെങ്കിലും. ഈ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ല ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യല്ല, നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രകടനമായിരിക്കണം ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെ ആ രീതിയിൽ നമുക്ക് ഒന്ന് കാണാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക് അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കുക.